സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ 2 ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓവർസിയർ ഗ്രേഡ് 1 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കൺകറൻറ്റ് ഫോഴ്സസ് ആർ ദോസ് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ കൺകറൻറ്റ് ഫോഴ്സസിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതിന് നമ്മൾ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൺകറൻറ്റ് ഫോഴ്സസ് പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആദ്യം ഞാൻ ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് വന്നിട്ട് ആൻസറിലേക്ക് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ എ വന്നിട്ടുള്ളത് മീറ്റ് അറ്റ് എ പോയിന്റ് ആണ്. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് ലൈ ഓൺ സെയിം ലൈൻ അല്ലേ, സെയിം ലൈനിൽ ലൈ ചെയ്യുകയാണെങ്കിൽ എന്നുള്ളത്. തേർഡ് ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ളത് മീറ്റ് ഓൺ ദ സെയിം പ്ലെയിൻ ആണ്. ഓപ്ഷൻ ഡി എന്താണ്? നൺ ഓഫ് ദീസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്നുള്ള ഒരു ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്നുള്ളത് നോക്കാം അല്ലേ. സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോഡിയിലേക്ക് അതിൽ ഒരു ബോഡിയിലേക്ക് 2 or more ഫോഴ്സസ് അല്ലേ, 2 അതിലധികമോ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണല്ലേ നമ്മൾ ആ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസിനെ നമ്മൾ കുറേ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലാണ്, അതൊരു പോയിന്റിലേക്കാണോ അല്ലെങ്കിൽ പ്ലെയിനിലാണോ എഫക്റ്റ് ചെയ്യുന്നത്, അത് പാരലൽ ആയിട്ടാണോ, അങ്ങനെ ആ ഒരു അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ആൻസറിലേക്ക് വരാം അല്ലേ. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. when two or more than two forces act on a body they are said to be the system of forces നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എഫക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണെങ്കിൽ അല്ലേ, നമുക്ക് ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ദ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? സെയിം പ്ലെയിൻ എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ ഓരോ കാര്യം പറയുന്ന സമയത്തും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ കോപ്ലാനർ എന്ന് എഴുതിയിട്ട് സെയിം പ്ലെയിൻ എന്നുള്ളതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നമുക്ക് സെക്കൻഡ് പോയിന്റ് ഏതാണ്? കൺകറൻറ്റ് ഫോഴ്സസ് അല്ലേ. കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു ടേം തന്നെയാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. വൺ പോയിന്റ് എന്നുള്ളതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നമുക്ക് തേർഡ് വൺ അല്ലേ. തേർഡ് വൺ എന്താണ്? കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ് അല്ലേ. ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഒരു സെയിം പ്ലെയിനിലാണ്, അതേപോലെ തന്നെ ഒരു പോയിന്റിലാണ്, അതായത് പ്ലെയിനിലുള്ള ഒരു പോയിന്റിലേക്കാണ് ഇത് കറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ കോപ്ലാനറും ആണ്, അതുപോലെ തന്നെ കൺകറൻറ്റും ആണല്ലേ, ഒരു പോയിന്റിലേക്കും ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ദീസ് ഫോഴ്സസ് വിച്ച് മീറ്റ്സ് അറ്റ് വൺ പോയിന്റ് അല്ലേ, വൺ പോയിന്റ് ആൻഡ് ദെയർ ലൈൻ ഓഫ് ആക്ഷൻസ് ഓൾസോ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ അല്ലേ. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ് എന്നുള്ളത്. ആ ഒരു പേര് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ഫോർത്ത് വൺ നോക്കാനുള്ളത് എന്താണ്? കോപ്ലാനർ നോൺ കൺകറൻറ്റ് ഫോഴ്സസ് അല്ലേ. കോപ്ലാനർ നോൺ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കുറച്ചെണ്ണം പറഞ്ഞത് കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സസ് ആണല്ലേ. സെയിം പ്ലെയിനും സെയിം പോയിന്റും ആണെങ്കിൽ, ഒരു പോയിന്റിലേക്കും ആണെങ്കിലാണ് കോപ്ലാനർ കൺകറൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോപ്ലാനർ നോൺ കൺകറൻ്റ് ആണ് അല്ലേ. അപ്പം സെയിം പ്ലെയിനിലായിരിക്കും, പക്ഷേ നോട്ട് മീറ്റ് അറ്റ് എ പോയിന്റ് ആയിരിക്കും. അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. കോപ്ലാനർ എന്ന് പറയുന്ന സമയത്ത് ദ ഫോഴ്സസ് വിച്ച് ഡു നോട്ട് ദ ലൈൻ ഓഫ് ആക്ഷൻസ് സെയിം പ്ലെയിനിലായിരിക്കും എന്നുള്ളതും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു പോയിന്റ് അല്ലേ, ഒരു പോയിന്റിലല്ല, ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് എന്നുള്ളത്. ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഒരു പോയിന്റിൽ എഫക്റ്റ് ചെയ്യാണ്ട് സെയിം പ്ലെയിനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ
കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമുക്ക് അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ്. അപ്പോൾ നമ്മൾ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സും കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സും ആണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സ് നോക്കണം അല്ലേ. ഇതെങ്ങനെയാണ് വരിക? ദ ഫോഴ്സസ് വിച്ച് മീറ്റ്സ് അറ്റ് വൺ പോയിന്റ് ബട്ട് ദെയർ ലൈൻ ഓഫ് ആക്ഷൻസ് ഡു നോട്ട് ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ അല്ലേ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പറയാം. കോപ്ലാനർ ഫോഴ്സസ് അല്ലേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോപ്ലാനർ ഫോഴ്സസ് ആണ്. കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ സെയിം പ്ലെയിനിൽ വരികയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഫോഴ്സസും ഈ ഒരു സെയിം പ്ലെയിനിലാണുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്ലാനർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് കോപ്ലാനർ ഫോഴ്സസ് ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കൺകറന്റ് ഫോഴ്സസ് ആണ് അല്ലേ. കൺകറന്റ് ഫോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, നമ്മളിപ്പോൾ ഒരു ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇപ്പം ഇതൊരു ബോഡി ആണെങ്കിൽ അതിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിലേക്കാണെങ്കിൽ അല്ലേ. ഇപ്പം ഇത് ഫോഴ്സ് F1, F2, F3 എന്നാണെങ്കിൽ ഈ മൂന്ന് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലേക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം കോപ്ലാനറും കൺകറന്റും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് അല്ലേ. അപ്പം നമ്മളൊരു ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഒരു സെയിം പ്ലെയിനിലാണ്, അതേപോലെ തന്നെ സെയിം പോയിന്റിലേക്കും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ് അല്ലേ. അപ്പോൾ നമ്മൾ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്യുന്നത് സെയിം പ്ലെയിനിലാണ്, പക്ഷെ ഒരേ പോയിന്റിലല്ല. ഇപ്പോൾ നമുക്ക് ഇതാണ് ഒരു ബോഡിയെങ്കിൽ അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതേ രീതിയിൽ ഒരേ പോയിന്റിലേക്ക് അല്ലാണ്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇത് വേറെ വേറെ പോയിന്റിലാണ് വരുന്നത് അല്ലേ. അപ്പം അതേ രീതിയിൽ വരികയാണെങ്കിൽ സെയിം പ്ലെയിനിലായിരിക്കും, നോൺ കൺകറന്റ് ആണെന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. നമ്മൾ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അടുത്തതൊന്ന് നോക്കാനുള്ളത് ഏതാണ്? നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് അല്ലേ. അതായത് പ്ലെയിനിലല്ല, സെയിം പ്ലെയിനിലല്ല, പക്ഷെ ഒരേ പോയിന്റിലാണെങ്കിൽ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വെക്കുക. ദ ഫോഴ്സസ് വിച്ച് മീറ്റ്സ് അറ്റ് വൺ പോയിന്റ് അല്ലേ. വൺ പോയിന്റ് ആണ്, ബട്ട് their line of actions do not lies at the same plane ആണ്. do not lies at the same plane ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ നോൺ കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസ് അല്ലേ, സെയിം പ്ലെയിനിലും അല്ല സെയിം പോയിന്റിലും അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളതിൽ നമുക്ക് നോൺ കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രൈപോഡ് പറയാൻ പറ്റില്ലേ. നിങ്ങളിപ്പോൾ ക്യാമറേൻ്റെ ഒക്കെ ട്രൈപോഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതേ രീതിയിലായിരിക്കില്ലേ. അതിൻ്റെ ട്രൈപോഡിൻ്റെ ലെഗ്സ് ഉണ്ടാവുക. അപ്പം ഇവിടെ ഇപ്പോൾ ക്യാമറ വെക്കുകയാണെങ്കിൽ ഇതൊരു പോയിന്റിലായിരിക്കും, പക്ഷേ ഇതിൻ്റെ പ്ലെയിന് 3 ഡിഫറെൻറ്റ് പ്ലെയിൻ ആണ് അല്ലേ ഉണ്ടാവുക. അപ്പം അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നോൺ കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസിന് നമുക്ക് ബീമൊക്കെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീം നോക്കുന്ന സമയത്ത് അറിയാമല്ലേ, ബീമിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ലോഡ് ഒരേ പോയിന്റിലേക്ക് ആയിരിക്കില്ല അല്ലെ, ഒരേ പോയിന്റിലും ആയിരിക്കില്ല. ഇതാണ് ഇപ്പോൾ നമ്മളെ ബീമെങ്കിൽ അതിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതേ രീതിയിലാണ് അല്ലേ. ഇപ്പോൾ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള പോലെ ഡിഫറെൻറ്റ് പോയിന്റ്സിലാണ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലെയിനിലുമാണ് അല്ലേ. അപ്പം നോൺ കോപ്ലാനർ നോൺ കൺകറന്റ് ഫോഴ്സസിന് എക്സാമ്പിളായിട്ട് ഇതിനെ പറയാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിൽ തന്നെ പറയാനുള്ള ഒന്നാണ് പാരലൽ ഫോഴ്സസ് അല്ലേ. പാരലൽ ഫോഴ്സസിനെ പിന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരലൽ ഫോഴ്സസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഇതേ രീതിയിൽ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ ലൈക്ക് പാരലൽ ഫോഴ്സസും ഉണ്ട്, അൺലൈക്ക് പാരലൽ ഫോഴ്സസും ഉണ്ട്. അപ്പോൾ ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് അല്ലേ, ഇപ്പോൾ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിപ്പം ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ഇതൊരു ലൈക്ക് പാരലൽ ഫോഴ്സ് ആണ്. അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്ലെയിനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് താഴത്തോട്ടും ഒന്ന് മേലോട്ടും ഇതേ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അൺലൈക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ, സെയിം ഡയറക്ഷനിൽ വരുന്നതിനെയാണ് നമ്മൾ ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക. ഇതേ രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ പാരലൽ ഫോഴ്സസ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇഫ് ദ പാരലൽ ഫോഴ്സസ് ആർ ആക്ട്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിന് ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇഫ് ദ പാരലൽ ഫോഴ്സസ് ആർ ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്നും പറയും. അപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഓക്കെ ഇതൊക്കെ ഞാനൊരു സ്ക്രീനിലേക്ക് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോപ്ലാനർ, കൊളീനിയർ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? കൊളീനിയറും കൂടെ ജസ്റ്റ് പറയാം. കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻസ് ഓഫ് ഓൾ ഫോഴ്സസ് ലൈസ് അലോങ് എ സിംഗിൾ ലൈൻ ആണെങ്കിൽ അല്ലേ? ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സിംഗിൾ ലൈനിലാണ് വരുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ വടംവലീൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൈനിലാണല്ലേ നമുക്ക് ആ ഒരു ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്ന് നോക്കാനുള്ളത് നമ്മളിപ്പോൾ കോപ്ലാനർ ഫോഴ്സസ് അല്ലേ? കോപ്ലാനർ പാരലൽ ഫോഴ്സസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോപ്ലാനർ കൺകറന്റ് ഫോഴ്സസിൽ ഒരു പോയിന്റിലേക്കാണല്ലേ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കോപ്ലാനർ ലൈറ്റ് പാരലൽ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു, ഒരേ ഡയറക്ഷനിലേക്കുള്ളത്. പിന്നെ അതുപോലെ കോപ്ലാനർ നോൺ കൺകറന്റ് അല്ലേ? ഒരേ പോയിന്റിലേക്കല്ല, ഡിഫറെൻറ്റ് പോയിന്റിലേക്കാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നോൺ കോപ്ലാനർ പാരലൽ അല്ലേ? നോൺ പ്ലെയിന് സെയിം അല്ല, അതുപോലെ തന്നെ പാരലൽ ആണ് അല്ലേ? നോൺ കോപ്ലാനർ പാരലൽ ആണെങ്കിലുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നോൺ കോപ്ലാനർ കൺകറന്റ് അല്ലേ? നമ്മൾ ട്രിപ്പോഡിൻ്റെത് പറഞ്ഞില്ലേ? ഇവിടെ ഒരു പോയിന്റിലേക്കാണ്, പക്ഷെ പ്ലെയിന് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നോൺ കോപ്ലാനർ നോൺ കൺകറന്റ് അല്ലേ? സെയിം പ്ലെയിനിലും അല്ല സെയിം പോയിന്റിലും അല്ല വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക. ആ പേരിൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ? ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? കൺകറന്റ് ഫോഴ്സസ് ആർ ദോസ് ഫോഴ്സ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ അല്ലേ? കൺകറന്റ് ഫോഴ്സസ് ആണല്ലേ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ആണ് അല്ലേ? ഇപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മൈൻഡിലേക്ക് വരണം. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിലാണ്. നമുക്ക് ഓപ്ഷൻ വായിക്കാം. meet at one point. ഓപ്ഷൻ ബി വരുന്നത് ലൈ ഓൺ സെയിം ലൈന്. ഓപ്ഷൻ സി വരുന്നത് മീറ്റ് ഓൺ ദ സെയിം പ്ലെയിൻ. ഓപ്ഷൻ ഡി വരുന്നത് നൺ ഓഫ് ദീസ് അല്ലേ? ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ? മീറ്റ് ഓൺ വൺ പോയിന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? The angle between two forces when the resultant maximum and minimum അല്ലേ? റിസൾട്ടൻ്റ് മാക്സിമം മിനിമം വരുന്ന സമയത്തുള്ള ആ ഒരു ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഓപ്ഷൻ ബി 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. ഓപ്ഷൻ സി 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഓപ്ഷൻ ഡി 90 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്കിവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ബോഡിയിൽ നമ്മളിപ്പോൾ കുറച്ചിനത്തെ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ബോഡിയിലേക്ക് ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഈ ഒരു ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസിനെയൊക്കെ നമ്മൾ ഒരു സിംഗിൾ റിസൾട്ടായിട്ട് കാണിക്കുന്നത് അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അത് നമ്മളൊരു സിംഗിൾ റിസൾട്ടായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സസ് എന്ന് പറയും അല്ലേ? നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇറ്റ് ഈസ് എ സിംഗിൾ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ദ സെയിം എഫക്റ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗിവൺ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി അല്ലേ? അപ്പം ഈ ഒരു നമ്മളിപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1, F2, F3 ആണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ 3 ഫോഴ്സസിൻ്റെയും ആ ഒരു സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സസിനും ഉണ്ടാവുക. അപ്പം ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതിന് ശേഷം ആൻസറിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സിംഗിൾ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗിവൺ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി. ദ റിസൾട്ടൻ്റ് ഫോഴ്സ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഫോളോവിങ് അല്ലേ? അപ്പോൾ നമ്മൾ താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സസിൽ വരുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ നോക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഫസ്റ്റ് വണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് അല്ലേ? റിസൾട്ടൻ്റ് ഫോഴ്സസിനെ ബേസ് ചെയ്തിരിക്കുന്നത് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിന്, അതുപോലെ തന്നെ ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് വരുന്നുണ്ട്, പോളിഗണൽ ലോ ഓഫ് ഫോഴ്സസ് വരുന്നുണ്ട്, പിന്നെ റെസൊല്യൂഷൻ മെത്തേഡ് അല്ലേ?
നമുക്ക് ഓരോ മെത്തേഡും ജസ്റ്റ് പറയാം. ഓരോ മെത്തേഡിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും പറയാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് അല്ലേ. ഫസ്റ്റ് നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആണ് വരുന്നത്. അപ്പം എന്താണ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ? പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് ഉണ്ടാവും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം പാരലലോഗ്രാം ഫോഴ്സസിൽ നമുക്കിവിടെ രണ്ട് ഫോഴ്സസ് എഫക്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫോഴ്സ് എടുക്കുന്നത് ഇവിടെ രണ്ട് അഡ്ജസൻറ്റ് സൈഡായിട്ട്, ഇപ്പം ഇത് പി ഉള്ളതും ഒരു സൈഡും അതുപോലെ തന്നെ ക്യൂ ഉള്ളത് ഒരു സൈഡും ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഇതിൻ്റെ ഡയഗണലായിട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് R എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു മെയിനായിട്ട് പാരലലോഗ്രാം ലോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? two forces acting simultaneously on a particle be present in magnitude and direction. ഇത് നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഡയറക്ഷനും കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. by the two adjacent sides of parallelogram അല്ലെ. പാരലലോഗ്രത്തിന് രണ്ട് adjacent sides ആയിട്ടാണ് അല്ലെ നമ്മൾ ഈ ഒരു പിയും ക്യൂവും കൺസിഡർ ചെയ്തിട്ടുള്ളത്. then the resultant may be represented by the diagonal of the parallelogram. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ ആണല്ലേ വരുന്നത്. ഈ ഒരു പാരലലോഗ്രത്തിന്റെ ഡയഗണൽ ആണ് നമ്മൾ റിസൾട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളാണ് ഓർത്ത് വെക്കുക. ടു ഫോഴ്സ് സിസ്റ്റം അല്ലേ. രണ്ട് ഫോഴ്സ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പിയും ക്യൂ ആണ് ഇവിടെ നമ്മൾ തന്നിട്ടുള്ളതിൽ ഗിവൺ ഫോഴ്സസ് എന്ന് പറയുന്നത് അല്ലേ. R ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സസ് ആണ്. പിന്നെ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റിസൾട്ടന്റ് R ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഗിവൺ ഫോഴ്സസ് P ആൻഡ് Q ആണെങ്കിൽ ഈ ഒരു പിയും ക്യൂവും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ തീറ്റ എന്നും എടുക്കുക. പിയും ക്യൂവും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ തീറ്റ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ഇത് ക്യൂ സ്ക്വയർ ആണ് കേട്ടോ. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. റൂട്ട് ഓഫ് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്നുള്ളത് നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് two forces acting simultaneously on a particle be presented in the magnitude and direction by the two adjacent sides of the parallelogram, then their resultant may be represented in magnitude and direction by the diagonal. Diagonal എന്നുള്ളൊരു ടേം ഓർത്ത് വെക്കുക. Diagonal of the parallelogram which passes through their point of intersection ആണ് അല്ലേ. അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം അല്ലെ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിന്റെ മാക്സിമം മിനിമം ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പാരലൽ ഫോഴ്സസിനെ വെച്ച് പറയുന്ന സമയത്ത് ഈ ഒരു ഫോഴ്സസ് സെയിം ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എഫക്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് സബായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പാരലൽ ഫോഴ്സസ് അല്ലേ. പാരലൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ അപ്പം അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് സെയിം ഡയറക്ഷനിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതിപ്പം ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സ് ഇതേ രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റിൽ പിയും ക്യൂവും നമുക്ക് സെയിം ഡയറക്ഷനിലായിരുന്നു അല്ലേ. അപ്പം ഇതാണ് സെയിം ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനും വരുന്നത്. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ തീറ്റ വാല്യൂ പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് കോസ് തീറ്റ അല്ലേ. കോസ് 0 തീറ്റൻ്റെ വാല്യൂ നമുക്ക് 0 എന്നാണുള്ളത്. അപ്പോൾ കോസ് 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് ആ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈൻ കോസ് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസിൻ്റെത് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സൈന് കോസ് ടാൻ അല്ലേ. കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? കോസ് 0 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണല്ലേ വരിക. അതുപോലെ തന്നെ കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആണ്. കോസ് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ആണ്. കോസ് 60 എന്ന് പറയുമ്പോൾ 1/2 ആണ്. കോസ് 90 എന്ന് പറയുന്ന സമയത്ത് 0 ഡിഗ്രി ആണ് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ കാര്യം കൂടെ നോക്കണം. അത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ഇപ്പം നമുക്ക് കോസ് 0 ഡിഗ്രി അല്ലേ.
കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ 1 ആണ് വരുന്നത്. അപ്പോൾ കോസ് 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നിട്ടുള്ള നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r is equal to root of p square plus q square plus 2pq cos theta ആണ് അല്ലേ. അപ്പം കോസ് തീറ്റ എന്ന് പറയുന്നത് 0 വന്നു കഴിഞ്ഞാൽ ആ ഒരു 2pq എന്നുള്ളത് കോസ് 0 എന്ന് പറയുന്നത് 1 ആണല്ലേ നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഏത് രീതിയിൽ കിട്ടും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഒരു കോസ് 0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്കിതിന് ഇതേ രീതിയിലാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി പ്ലസ് ക്യൂ ഓൾ സ്ക്വയർ ആണ് അല്ലേ. പി പ്ലസ് ക്യൂ ഓൾ സ്ക്വയർ ആണ്. അപ്പം ഇതിൽ ഇവിടെ പി പ്ലസ് ക്യൂ ആണ്. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ആയിരിക്കും നമുക്ക് സെയിം ഡയറക്ഷനിലാണെങ്കിൽ വരിക. പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പം കോസ് 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? കോസ് 180 പറയുമ്പം -1 ആണ് കേട്ടോ. -1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെയിം ഉള്ള പോലെ തന്നെ ഈ റിസൾട്ടന്റിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 180 ആയിരിക്കും. കോസ് 180 വരുന്ന സമയത്ത് -1 ആവും അല്ലേ. -1 വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ ഏത് രീതിയിലാണ് വരിക? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq ആണല്ലേ വരിക. -2pq ആണ് വരിക. അപ്പൊ നമുക്ക് ഇതിനെ p മൈനസ് ക്യൂ എന്ന് പറയാം അല്ലെ. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p മൈനസ് ക്യൂ ഓൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ റൂട്ട് p മൈനസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് p മൈനസ് ക്യൂ എന്ന് കിട്ടും അല്ലേ. ഇവിടെ അങ്ങനെ തന്നെയാണ്. റൂട്ടിന്റെ പുറത്ത് എടുത്തപ്പോഴാണ് നമുക്ക് p പ്ലസ് ക്യൂ ആയിട്ട് കിട്ടിയത്. ഇവിടെ നമുക്ക് p പ്ലസ് ക്യൂ ഓൾ സ്ക്വയർ ആണല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത് സെയിം ഡയറക്ഷനിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ജസ്റ്റ് ഇതേ രീതിയിലൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മനസ്സിലാവേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷനിലാണെങ്കിൽ പി പ്ലസ് ക്യൂ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പി മൈനസ് ക്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ എത്രയാണ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതിൽ ആംഗിൾ വന്നിട്ടുണ്ടായിരുന്നത് 0 ഡിഗ്രിയും സെക്കൻഡ് വന്നിട്ടുള്ളത് 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 180 ഡിഗ്രിയും 0 ഡിഗ്രി അല്ലേ. 0 ഡിഗ്രിയിൽ പി പ്ലസ് ക്യൂ ആണ്. 180 ഡിഗ്രിയിൽ പി മൈനസ് ക്യൂ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മാക്സിമം മിനിമം വെച്ചിട്ടാണല്ലേ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ മാക്സിമം അല്ലേ. മാക്സിമം എത്രയിലാണ് വരിക? മാക്സിമം വരുന്നത് 0ലാണ് അല്ലേ. മാക്സിമം വരുന്നത് 0ലാണ്. അതുപോലെ മിനിമം ആണ് അല്ലേ 180ൽ വരുന്നത്. അപ്പം ഇതിൻ്റെ 2 ഫോഴ്സസ് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നതും മിനിമം റെസിസ്റ്റൻസ് വരുന്നതും ആംഗിൾ ഓഫ് 0 ഡിഗ്രിയിൽ മാക്സിമം ആണ്, 180 ഡിഗ്രിയിൽ മിനിമം ആണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പി മൈനസ് ക്യൂ അല്ലേ. മൈനസ് വന്നു കഴിഞ്ഞാൽ കുറവും പ്ലസ് വന്നു കഴിഞ്ഞാൽ കൂടുതലെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അല്ലേ. അപ്പം ഇതാണ് നമുക്കിവിടെ പാരലലോഗ്രാം ഫോഴ്സസ് പറയുന്നത്. നമ്മൾ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആണ് വരുന്നത്. അപ്പം അതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതുപോലെ ഈ ഒരു പാരലോഗ്രാം ഫോഴ്സസിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ 2 ഫോഴ്സസ് പാരലൽ ടു ഈച്ച് അതർ ആണ് നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഫോഴ്സസ് ആർ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ when 2 ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് ആൻ ആംഗിളായിട്ട് എഫക്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പിന്നീട് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആണ് വരിക. സെക്കൻഡ് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് ആണ് വരിക. ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് that if 2 forces acting simultaneously on a particle be represented in magnitude and direction by the 2 sides of triangles taken in order. Two sides of triangle ആയിട്ടാണല്ലേ കൺസിഡർ ചെയ്യുക. 2 sides of triangles ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം
നമ്മൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡായിട്ടാണ് കൺസിഡർ ചെയ്യുമെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ ഇതേ രീതിയിലാണ് കേട്ടോ പറയുക. റിസൾട്ടൻ്റ് ഇവിടെയാണ് നമ്മൾ പറയുക. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 സൈഡ്സിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ളത് ഇത് പി ആയിട്ടും ഇത് ക്യൂ ആയിട്ടുമാണ് ഫോഴ്സസ് വരുന്നതെങ്കിൽ റിസൾട്ടൻ്റ് പി എന്ന് വരുന്നത് ട്രയാങ്കിളിൻ്റെ ഈ ഒരു ക്ലോസിങ് സൈഡിലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സസിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് തേർഡ് ആണെങ്കിൽ പോളിഗണൽ ലോ ഓഫ് ഫോഴ്സസ് അല്ലെ. പോളിഗണൽ ലോ ഓഫ് ഫോഴ്സസ് എന്താണ് വരുന്നത്? പോളിഗണൽ ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഫോഴ്സസ് ഇതേ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇപ്പം ഫോഴ്സസ് ഈ ഒരു ഡയറക്ഷനിലാണ് കേട്ടോ, ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു പോളിഗണൽ ഷേപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഒന്നുകൂടി ഞാൻ മാറ്റി വരച്ചു തരാം. അപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു പോളിഗണിന്റെ ഫോഴ്സസ് ഒരേ ഡയറക്ഷനിലേക്കാണല്ലോ ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫോഴ്സസ് വരുന്നത് F1 F2 F3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതേ രീതിയിൽ വരച്ചില്ലേ, അപ്പൊ നമ്മൾ ഇതിന്റെ റിസൾട്ടൻ്റ് ഇപ്പൊ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചാൽ ഇതേ രീതിയിലായിരിക്കും വരിക. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരിക. അപ്പം ഇതേ രീതിയിൽ വരികയാണെങ്കിൽ അതിനെ ആണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പോളിഗണൽ ലോ ഓഫ് ഫോഴ്സസ് വരുന്നത്. ദ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി ഓൺ എ ബോഡി ആർ റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ സൈഡ്സ് ഓഫ് എ പോളിഗൺ അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ്സ് ഓഫ് എ പോളിഗൺസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേക്കൺ ഇൻ ഓർഡർ ദെൻ ദ റിസൾട്ടന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ക്ലോസിംഗ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ ആണെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു പോളിഗണൽ ലോ ഓഫ് ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഒരു ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫോഴ്സസ് സെയിം ഓർഡർ ആയിരിക്കും. അതിൻ്റെ ആ ഒരു റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും. അപ്പോൾ അതാണ് നോക്കേണ്ടത്. പിന്നെ നമുക്ക് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് അല്ലേ. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫോഴ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ദ ഗിവൺ ഫോഴ്സസ് ഇൻടു എ നമ്പർ ഓഫ് കോമ്പോണൻസ് അല്ലേ. അതുപോലെ തന്നെ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ദ ബോഡിയാണ്. അപ്പം അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം ഇതാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ആൻസറിലേക്ക് വരാം അല്ലെ. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ് വെൻ ദ റിസൾട്ടന്റ് ഈസ് മാക്സിമം ആൻഡ് മിനിമം അല്ലെ. റിസൾട്ടന്റ് മാക്സിമം വരുന്നത് എവിടെയാണ്, മിനിമം വരുന്നത് എവിടെയാണെന്നാണ്. ഇനി ഞാൻ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി, ഓപ്ഷൻ സി 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ആണ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് വെൻ ദ റിസൾട്ടന്റ് ഈസ് മാക്സിമം വരുന്നത് കുറവിലാണെന്നും മിനിമം വരുന്നത് കൂടുതലാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. പി പ്ലസ് ക്യൂവും പി മൈനസ് ക്യൂ അല്ലേ. പി പ്ലസ് ക്യൂ വരുന്നത് 0 ഡിഗ്രിയിലാണ്, പി മൈനസ് ക്യൂ വരുന്നതാണ് 180 ഡിഗ്രിയിൽ എന്നുള്ളത്. അല്ലെങ്കിൽ കോസ് 0ൻ്റെതും കോസ് 180ൻ്റെയും വാല്യൂ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഒന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്നായിട്ട് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇതൊന്ന് സെറ്റായി വരിക. ഇപ്പം ഞാൻ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒന്നിക്കൽ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ തന്നെ ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ക്ലിയർ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ 3 സെന്റിമീറ്റർ വൈഡ് ആൻഡ് 4 സെന്റിമീറ്റർ ഡീപ്പ് അബൌട്ട് എക്സ് ആക്സിസ് ആണ് അല്ലേ. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ എന്താണ് വരുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻസ് എല്ലാത്തിൻ്റെതും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റെക്ടാങ്കുലറിന് ഏതാണ് വരിക, അതുപോലെ തന്നെ ഓരോ സെക്ഷൻ ഇപ്പം ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ നോക്കുക. പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസിനെ വെച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേ രീതിയിലും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലേ. ഇവിടെ മൊമെന്റ്
ഓഫ് ഇനേഷ്യയിൽ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയും ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യയും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, മാസിലാണ് പറയുന്നത്. അപ്പം കിലോഗ്രാം അല്ലേ, അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mm⁴, അല്ലെങ്കിൽ cm⁴, അല്ലെങ്കിൽ m⁴. അപ്പം ഇതേ രീതിയിൽ ഓർത്ത് വെക്കുക. ഇത് മാസാണ്, അതുപോലെ തന്നെ ഇത് ഏരിയ ആണ് അല്ലേ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് വരുന്നത്. അപ്പം ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു വാല്യൂ പഠിച്ചാൽ പോരാ, അതിൻ്റെ യൂണിറ്റ് നോക്കുന്ന സമയത്ത് ഏരിയയിൽ ഏതാണ് വരിക, മാസിൽ ഏതാണ് വരിക എന്നുള്ളത് നോക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെത് റെക്റ്റാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. റെക്റ്റാങ്കിളിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ് ആക്സിസിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 9 cm, ഓപ്ഷൻ ബി 12 cm, ഓപ്ഷൻ സി 16 cm, ഓപ്ഷൻ ഡി 20 cm അല്ലേ. അപ്പം ഇതാണ് നമ്മളെ റെക്റ്റാങ്കിൾ എങ്കിൽ ഇതിൻ്റെ ഇത് ബേസ് അല്ലേ. അപ്പം ഇതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രലായിരിക്കും അല്ലേ വരിക. അപ്പം ഇതാണ് ഇതിൻ്റെ എക്സ് ആക്സിസ് വരുന്നത്. അപ്പം അവിടെ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, BD³/12 ആണല്ലേ വരുന്നത്. അപ്പോൾ BD³/12 ആണ് വരുന്നത്, അല്ലെങ്കിൽ DB³/12 എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം അതിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് BD³/12 എടുക്കുകയാണെങ്കിൽ ബി നമുക്ക് 3 cm, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് 4 cm തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 ബേസ് നമുക്ക് 3 ആണല്ലേ തന്നിട്ടുള്ളത്. അപ്പം 3 × 4³ അല്ലേ. 4³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4 × 4 /12 ആണല്ലേ വരിക. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക, 3ഉം 4ഉം ക്യാൻസൽ ആയിപ്പോൾ, 3ഉം 3ഉം ക്യാൻസൽ ആയിപ്പോൾ, പിന്നെ നമുക്ക് 4 × 4 16 ആണല്ലേ ആൻസർ വരിക. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളതും ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷൻ സ്ക്രീനിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്റ്റാങ്കിൾ BD³/12 ആണ്. ബേസ് 3 cm നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്തിലെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, വൈഡ് ആൻഡ് ഡീപ്പ് അബൌട്ട് അല്ലേ. അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്നുള്ളത് നമുക്ക് 4 cm എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് ആയതുകൊണ്ട് നമുക്ക് BD³/12 എടുക്കാം. ബേസിനെ വെച്ചിട്ടാണെങ്കിലോ, ബേസ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, BD³/3 ആണ് കേട്ടോ വരിക. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ബേസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ BD³/3 ആണ് വരിക. ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു അല്ലേ, 16 ആണ് ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ്. അപ്പോൾ യൂണിറ്റ് ⁴ ആണ് കേട്ടോ. യൂണിറ്റ് ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ⁴ ആണ് ആൻസർ വരുന്നുണ്ടാവുക. അപ്പം 16 cm ആണ് ആൻസർ വരുന്നത്. വാല്യൂ നോക്കുക, യൂണിറ്റും ഒക്കെ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ. അപ്പം കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ അല്ലാത്തത് ഏതാണെന്നാണ്, ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ അല്ലാത്തത് ഏതാണെന്നാണല്ലേ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ EPU, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി മോണിറ്റർ, ഓപ്ഷൻ ഡി UPS അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലാത്തത് ഏതാണ്. എന്താണ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ എലോങ് വിത്ത് ദ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ, കമ്പ്യൂട്ടറിൻ്റെ ആ ഫംഗ്ഷൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു ഫണ്ടമെന്റൽ കോമ്പോണന്റിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഇൻ്റഗ്രൽ പാർട്ട് ഏതാണ് വരിക, മൗസ് ഉണ്ടാവില്ല, മോണിറ്റർ ഉണ്ടാവില്ല, EPU ഉണ്ടാവില്ല. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് അല്ലേ, UPS ആണല്ലേ വരിക. അപ്പം ഓപ്ഷൻ ഡി ആണ്, UPS ആണ് വരിക. അപ്പം UPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ് അല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Here are the fundamental components of the computer along with their function ആണ് അല്ലേ. ഫണ്ടമെന്റൽ കോമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ അലോങ് വിത്ത് ദെയർ ഫംഗ്ഷൻ ആണ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ UPS ആണ് അല്ലേ. UPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ആൻസർ വരുന്നത്
അതാണല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ജസ്റ്റ് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും കൂടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ, അതുപോലെ തന്നെ മൗസ്, സ്കാനർ, ഇതൊക്കെ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് ആണ് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്സ് കൊടുക്കുന്നതാണ് അല്ലേ. സ്കാനറിലൂടെയൊക്കെ നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് സ്കാൻ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് കീപ്പ് ചെയ്യുകയാണോ അങ്ങനെയൊക്കെ നമുക്കത് സഹായിക്കില്ല. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കാനർ ആണെങ്കിലും കീബോർഡ് ആണെങ്കിലും മൗസ് ആണെങ്കിലും ബാർകോഡ് റീഡർ ആണെങ്കിലും ജോയ്സ്റ്റിക്ക് ഒക്കെ. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ. ഔട്ട്പുട്ട് ഡിവൈസസ് ആണെങ്കിൽ മോണിറ്ററിലെ നമ്മൾ മോണിറ്ററിലൂടെ ആണെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ക്രീനിലെ കമ്പ്യൂട്ടറിൻ്റെ, പിന്നെ അതുപോലെ തന്നെ പ്രിൻ്ററിലെ നമ്മൾ കമ്പ്യൂട്ടറിലുള്ള നമ്മൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നത് പ്രിൻ്ററിലൂടെയാണല്ലേ. പിന്നെ സ്പീക്കേഴ്സ്, ഹെഡ്ഫോൺസ് ഒക്കെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ദ ടോട്ടൽ മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് അല്ലേ. അപ്പം ടോട്ടൽ മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് ഏതാണ് വരിക? ഓപ്ഷൻ എ ഇമ്പൾസീവ് ഫോഴ്സ്, ഓപ്ഷൻ ബി മാസ്, ഓപ്ഷൻ സി വെയിറ്റ് അല്ലേ, ഓപ്ഷൻ ഡി മൊമെന്റം ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്താണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, മൊമെന്റം ആണ് അല്ലേ ആൻസർ വരിക. ദ ടോട്ടൽ മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് മൊമെന്റം ആണ് വരിക. ഇപ്പോൾ ഇവിടെ തന്നിട്ടിരിക്കുന്നത് അതിൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എനിത്തിങ് വിച്ച് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ് ഓഫ് എ ഇനേഷ്യ ക്വാണ്ടിറ്റി ഓഫ് എ മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ് അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് എ മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ് ആണ് നമ്മളെ ഒരു മാസ് എന്ന് പറയുന്നത്. ഒരു ബോഡീൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ് അല്ലേ. അപ്പോൾ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഓക്യുപ്പൈഡ് സ്പേസ് ഫോഴ്സസ് മാസ് അല്ലേ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈഡ് സ്പേസ് അല്ലേ. അപ്പം അതിനാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എ മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ് ആണ് അല്ലേ. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് അല്ലേ. അതിനാണ് നമ്മൾ ആ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാസ് പറഞ്ഞു, അതുപോലെ തന്നെ വെയിറ്റ് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് അല്ലേ. ഇമ്പൾസീവ് ഫോഴ്സ് എന്താണ് വരുന്നത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോഴ്സ് ദാറ്റ് ആക്ട് ഓൺ എ ബോഡി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ, ഇവിടെ ടി ആണ് കേട്ടോ. ടോട്ടൽ ഇവിടെ ടി ആണ് വരുന്നത്. ടോട്ടൽ മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് മൊമെന്റം ആണ് ആൻസർ വരുന്നത്. അപ്പം എന്താണ് മൊമെന്റം എന്നുള്ളത് ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ദ ടോട്ടൽ മോഷൻ പൊസസ്ഡ് ബൈ ദ ബോഡി ഈസ് കോൾഡ് മൊമെന്റം ആണ് വരിക. അതുപോലെ മൊമെന്റം ഈസ് പ്രൊഡക്റ്റ് ഓഫ് ആൻ ഒബ്ജക്ട് മാസ് ആൻഡ് വെലോസിറ്റി എന്നുള്ളതും ഓർത്ത് വെക്കുക. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ബോഡി ആണ്. വെയിറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്റ്റെൻഡഡ് ഓൺ ദ ഒബ്ജക്ട് ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഫൈൻ അഗ്രഗേറ്റ് ഈസ് വൺ ഹൂസ് പാർട്ടിക്കിൾസ് ആർ അല്ലേ. പാർട്ടിക്കിൾസ് ആർ ഓഫ് സൈസ് ഫൈൻ അഗ്രഗേറ്റ് അല്ലേ. ഫൈൻ അഗ്രഗേറ്റിൻ്റെത് ഓപ്ഷൻ എ 4.75 mm, ഓപ്ഷൻ ബി ബിലോ 4.75 mm, ഓപ്ഷൻ സി 6.75 mm, ഓപ്ഷൻ ഡി എബോ 6.75 mm അല്ലേ. അപ്പം എന്താണ് ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറയുന്നത്? ബിലോ 4.75 mm വരുന്നതാണ് അല്ലേ ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് ഫൈൻ അഗ്രഗേറ്റ്. ജസ്റ്റ് ഒരു പിക്ചർ ആഡ് ചെയ്തതാണ്. നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സീസണിങ് ഓഫ് ടിമ്പർ ഈസ് അല്ലേ. സീസണിങ് ഓഫ് ടിമ്പർ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഓപ്ഷൻ എ ടു മേക്ക് ഇറ്റ് വാട്ടർ പ്രൂഫ്. നമ്മൾ ടിമ്പറിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലേ സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ സീസണിങ് ഓഫ് ടിമ്പർ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടു മേക്ക് ഇറ്റ് വാട്ടർ പ്രൂഫ് ആണ്. ഓപ്ഷൻ ബി എന്താണ്? ടു പെയിന്റ് ഇറ്റ്സ് സർഫസ് ആണ്. ഓപ്ഷൻ സി ടു ഹീറ്റ് ഇറ്റ്. ഓപ്ഷൻ ഡി ടു റിമൂവ് വാട്ടർ അല്ലേ. അപ്പം ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? അപ്പോൾ നമുക്ക് ആൻസർ നോക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ആൻസർ നമുക്ക് പറയാം അല്ലേ. വേണ്ട, നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ സീസണിങ് ഓഫ് ടിമ്പർ അല്ലേ. സീസണിങ് ഓഫ് ടിമ്പർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ ഫ്രം ദ ടിമ്പർ അല്ലേ. ടിമ്പറിൽ നമ്മളിപ്പോൾ ഒരു ടിമ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിൽ മോയ്സ്ചർ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ആ ഒരു മോയ്സ്ചറിൻ്റെ അളവ് റിമൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ന്യൂലി ഫെൽഡ് ആയിട്ടുള്ള ടിമ്പറൊക്കെ ആണെങ്കിൽ അതിൽ ഒരു 50% കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു 50% ഒക്കെ അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും അല്ലേ. ആ ഒരു മോയ്സ്ചർ കണ്ടന്റിനെ നമ്മൾ 8 to 12%, ചിലതിൽ 10 to 12% കണ്ടിട്ടുണ്ട്. ആ ഒരു 8 to 12%ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ സീസണിങ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത്. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ ഫ്രം ടിമ്പർ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കണ്ടന്റ് നോക്കി വെക്കുക. പിന്നെ നമുക്ക് സീസണിങ്ങിൽ വേറെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് സീസണിങ് ആണ്. മെത്തേഡ് ഓഫ് സീസണിങ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ സീസണിങ്ങും അതുപോലെ തന്നെ സെക്കൻഡ് ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. അപ്പോൾ എന്താണ് നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടിമ്പറിനെ നാച്ചുറലായിട്ട് സീസൺ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ ഒരു പാരലലായിട്ട് ടിമ്പറിനെ പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ആയിട്ട് ഇതിനെ പ്ലേസ് ചെയ്തിട്ട് നാച്ചുറൽ എയർ പാസ് ചെയ്തിട്ട് ഇത് ഒരു ചെറിയൊരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ എയർ പാസ് ചെയ്തിട്ട് നാച്ചുറലി അത് സീസൺഡ് ആവുന്നതിന് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. എന്താണ് നാച്ചുറൽ സീസണിങ്? നാച്ചുറൽ സീസണിങ് ഈസ് ദ പ്രോസസ് വിച്ച് ടിമ്പർ ഈസ് സീസൺഡ് ബൈ സബ്ജക്റ്റിംഗ് ഇറ്റ് ഇൻ ടു നാച്ചുറൽ എലമെന്റ് സച്ച് എയർ അല്ലേ. അതിനെയാണ് നമ്മൾ നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. ടിമ്പർ ഈസ് അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി സ്പേഷ്യസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നാച്ചുറൽ എയർ ആണ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഇവിടെ നാച്ചുറൽ എയർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ 10 to 12% ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറയില്ല. 10 to 12% മോയ്സ്ചർ കണ്ടന്റ് പ്രോ ഡൗൺ ആവുന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് സിമ്പിൾ ആൻഡ് ചീപ്പ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതിന് നോ സ്കിൽഡ് സൂപ്പർവിഷൻ ഒന്നും തന്നെ ആവശ്യമില്ല അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള ഡ്രൈയിങ് ആയിരിക്കില്ല അല്ലേ. നോൺ യൂണിഫോം ഡ്രൈയിങ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് വെരി സ്ലോ ആണല്ലേ. ഒരു 2 to 4 years ഒക്കെ നമുക്ക് ഈ ഒരു ടിമ്പറിനെ സീസൺ ചെയ്യേണ്ടിയിട്ട് എടുക്കും. നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ സീസണിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വണ്ണാണല്ലേ ആർട്ടിഫിഷ്യൽ സീസണിങ്. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൽ നമുക്ക് ഒരു 5 മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് ഞാനിവിടെ ആഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. 5 വാട്ടർ സീസണിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീസണിങ്ങിൽ വരുന്നത് സീസണിങ് ബൈ ബോയിലിംഗ് ആണ്. പിന്നെ സീസണിങ് മെത്തേഡ്സ് കേട്ടോ. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൻ്റെ മെത്തേഡ്സിൽ സീസണിങ് ബൈ ബോയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ സീസണിങ് ഉണ്ട്, കിലൺ സീസണിങ് ഉണ്ട്, ഇലക്ട്രിക്കൽ സീസണിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം സീസണിങ് ബൈ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേം തന്നെ ഉണ്ട് അല്ലേ. നമ്മൾ ബോയിൽ ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു സീസണിങ്ങിനെയാണ് നമ്മൾ സീസണിങ് ബൈ ബോയിലിംഗ് എന്ന് പറയുന്നത്. സീസണിങ് ഓഫ് എ ടിമ്പർ ഈസ് ഓൾസോ അച്ചീവ്ഡ് ബൈ ബോയിലിംഗ് ഇൻ വാട്ടർ. ആഫ്റ്റർ ബോയിൽ ടിമ്പർ ഈസ് അലൗഡ് ടു ഡ്രൈ. ഫോർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ടിമ്പർ ബോയിലിംഗ് ഈസ് ഡിഫിക്കൽട്ട് അല്ലേ. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ടിമ്പർ നമുക്ക് ബോയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡാണ് അല്ലേ. അത് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് കെമിക്കൽ സീസണിങ് അല്ലേ. കെമിക്കൽ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ കേസ് ഓഫ് കെമിക്കൽ സീസണിങ് ടിമ്പർ ഈസ് സ്റ്റോർഡ് ഇൻ സ്യൂട്ടബിൾ സാൾട്ട് സൊല്യൂഷൻ അല്ലേ. സാൾട്ട് സൊല്യൂഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു കെമിക്കൽ സൊല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ടിമ്പർ സീസൺ ഇൻ സൊല്യൂഷൻ ഓഫ് സോല്യൂബിൾ സാൾട്ട് ആൻഡ് ടേക്കൺ ഔട്ട് ആൻഡ് സീസൺ ഇറ്റ് ഇൻ ഓർഡിനറി വേ അല്ലേ. അപ്പോൾ അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇൻ കേസ് ഓഫ് കെമിക്കൽ സീസണിങ് ടിമ്പർ ഈസ് സ്റ്റോർഡ് ഇൻ സ്യൂട്ടബിൾ സാൾട്ട് സൊല്യൂഷൻ ഫോർ സം ടൈം. ദ സാൾട്ട് സൊല്യൂഷൻ യൂസ്ഡ് ഹാസ് ദ ടെൻഡൻസി ടു അബ്സോർബ് വാട്ടർ ഫ്രം ദ ടിമ്പർ. സോ ദ മോയ്സ്ചർ കണ്ടന്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ദെയർ ടിമ്പർ ഈസ് അലൗഡ് ടു ഡ്രൈയിങ് അല്ലേ. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് തേർഡ് സീസണിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കിലൺ സീസണിങ് അല്ലേ. കിലൺ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ടൈറ്റ് ചാമ്പറിൽ ഹോട്ട് എയറിനെ പാസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതാണ് നമ്മൾ കിലൺ സീസണിങ് എന്ന് പറയുന്നത്. ഡ്രൈയിങ് ഓഫ് ടിമ്പർ ക്യാരിഡ് ഔട്ട് ഇൻസൈഡ് ആൻ എയർ ടൈറ്റ് ചാമ്പർ ഹീറ്റഡ് ടു ടെമ്പറേച്ചർ വരുന്നത് 30 ടെമ്പറേച്ചർ വരുന്നത് എത്രയാണ്? 35 to 38 degrees Celsius ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻസൈഡ് എയർ ചാമ്പറിൽ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ സീസൺ ചെയ്യുന്നതിനെയാണ് കിലൺ സീസണിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് കിലൺ സീസണിങ്? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ടിമ്പർ സബ്ജക്റ്റഡ് ടു ഹോട്ട് എയർ ഇൻ
airtight chamber, the hot air circulated in between the timber logs and reduced the moisture content. The temperature inside the chamber is raised with the help of heating coils. When the required temperature is obtained, moisture content and the relative humidity gets reduced and timber gets seasoned. അല്ലേ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സീസണിങ്ങിൽ ഇലക്ട്രിക് സീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റാപ്പിഡ് സീസണിങ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി അൾട്ടർനേറ്റ് കറണ്ട് ആണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുള്ള വാട്ടർ സീസണിങ്ങിൽ വാട്ടർ സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ടിമ്പർ പീസിനെ നമ്മൾ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് സീസണിങ് ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ് വാട്ടർ സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യനിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്, സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ഡൺ അല്ലേ. സീസണിങ് ഓഫ് ടിമ്പർ എന്തിനാണ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ടു മേക്ക് ഇറ്റ് വാട്ടർ പ്രൂഫ്, ഓപ്ഷൻ ബി ടു പെയിന്റ് ഇറ്റ് സർഫസ്, ഓപ്ഷൻ സി ടു ഹീറ്റ് ഇറ്റ്, ഓപ്ഷൻ ഡി ടു റിമൂവ് വാട്ടർ അല്ലേ. ആൻസർ ഏതാണ് വരുന്നത്, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, ടു റിമൂവ് വാട്ടർ ആണ്. അപ്പം ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ അല്ലേ. അപ്പം സിമെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സിമെന്റിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം അല്ലേ. അപ്പം സിമെന്റിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് സിമെന്റിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം ഇവിടെ ഏത് സിമെന്റ് ആണെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നോർമൽ വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് ഫൈനൽ സെറ്റിംഗ് ടൈം അല്ലേ. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു സിമെന്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു മാക്സിമം ടൈമും മിനിമം ടൈമും. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു മിനിമം ടൈമും, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു മാക്സിമം ടൈമും അല്ലേ. ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ 5 hours, ഓപ്ഷൻ ബി 10 hours, ഓപ്ഷൻ സി 30 minutes, ഓപ്ഷൻ ഡി 1 hour ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരിക, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10 hours ആണ് ആൻസർ വരിക അല്ലേ. ഇനീഷ്യൽ സെറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിലാണ് ഓപ്ഷൻ സി 30 minutes വരിക. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിക്കറ്റ് അപ്പാരറ്റേഴ്സ്. വിക്കറ്റ് അപ്പാരറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക. വിക്കറ്റ് അപ്പാരറ്റേഴ്സിൽ 1 mm സ്ക്വയറിൻ്റെ ഒരു നീഡിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ പിക്ചറിൽ. 1 mm സ്ക്വയറിൻ്റെ ഒരു നീഡിൽ ഉണ്ടാവും. എന്നിട്ട് ആ ഒരു നീഡിൽ ക്വിക്ക്ലി നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ റിലീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മൗൾഡിൽ നമ്മൾ സിമെന്റ് എടുത്തിട്ടുണ്ടാവും അല്ലേ. ആ ഒരു സിമെന്റിലേക്ക് നമ്മൾ ഈ ഒരു നീഡിലിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നീഡിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ആ ഒരു വാല്യൂ വെച്ചിട്ടാണല്ലേ നമ്മൾ ആ ഒരു സെറ്റിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ നോക്കുക. അപ്പം ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി 10 hours ആണ് വരിക. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ബീം കൺസ്ട്രക്റ്റഡ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ് അല്ലേ. ബീം കൺസ്ട്രക്റ്റഡ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ് ആണെങ്കിൽ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഐ സെക്ഷൻ, ഓപ്ഷൻ ബി വരുന്നത് ടി ബീം, ഓപ്ഷൻ സി കാൻഡിലിവർ ബീം, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് ബീം അല്ലേ. അപ്പം എന്താണ് മോണോലിത്തിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ടേം നോക്കിയതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ എ ബീം ആൻഡ് സ്ലാബ് ദാറ്റ് ആർ കാസ്റ്റ് ടുഗദർ ആസ് എ സിംഗിൾ പീസ് ഓഫ് കോൺക്രീറ്റ് അല്ലേ. അപ്പം അതേ രീതിയിലാക്കുന്നതിനാണ് നമ്മൾ മോണോലിത്തിക്കലി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളടുത്ത് ഓപ്ഷൻ ചോദിച്ചിട്ടുള്ള എന്താണ്, ഓപ്ഷൻ എ ഐ സെക്ഷൻ, ഓപ്ഷൻ ബി ടി ബീം, ഓപ്ഷൻ സി കാൻഡിലിവർ ബീം, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ് ബീം ആണ് അല്ലേ. അപ്പം എന്താണ് മോണോലിത്തിക്കലി സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. ബീം കൺസ്ട്രക്റ്റഡ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ് അല്ലേ. മോണോലിത്തിക്കലി വിത്ത് സ്ലാബ് വിത്ത് ടി ബീം അല്ലേ. സ്ലാബ് പറയുന്നത് ആൻസർ വരുന്നത് ടി ബീം ആണ്. മോണോലിത്തിക്കലി മീൻസ് കാസ്റ്റ് ആസ് എ സിംഗിൾ പീസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ടി ബീം പറയുകയാണെങ്കിൽ ടി ബീം ഈസ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം വിത്ത് ഫ്ലാഞ്ചസ് ഓൺ. ടി ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇപ്പോൾ ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പാണല്ലേ ടി ബീമിന് ഉണ്ടാവുക. അപ്പം ടി ബീമിൻ്റെ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള ഇതാണ് ഫ്ലാഞ്ച്. വെബ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് അല്ലേ, വെബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ടി ബീം ഈസ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം വിത്ത് ഫ്ലാഞ്ചസ് ഓൺ ടോപ്പ് ദാറ്റ് ആക്ട് ആസ് എ കംപ്രഷൻ മെമ്പർ. ദ സ്ലാബ് ഈസ് കാസ്റ്റ് മോണോലിത്തിക്കലി വിത്ത് ദ ബീം അല്ലേ. സോ
പാർട്ട് ഓഫ് ദ സ്ലാബ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ബീം ആയിരിക്കും വരിക. ദ ഫ്ലാഞ്ച് ആൻഡ് വെബ്സ് ആർ ദ ടി ബീം വർക്ക് ടുഗദർ ടു റെസിസ്റ്റ് ലോഡ്സ് ആയിരിക്കും. അപ്പം ആ ഒരു മൊണോലിത്തിക്കലി ടേം എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് കണക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ബീം കൺസ്ട്രക്റ്റഡ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ബീമാണ് ആൻസർ വരിക. ഓർത്ത് വെക്കാം. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്ലോപ്ഡ് റൂഫ് ദ ഇൻക്ലൈൻഡ് വുഡൻ മെമ്പർ ലേഡ് ഫ്രം ദ റിഡ്ജ് ടു ദ ഈവ്സ് അല്ലെ. ഈവ്സ് ആണ്. റിഡ്ജ് ടു ഈവ്സ് ആർ നോൺ ആസ് എന്താണ് വരിക എന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് റൂഫിന്റെ സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റിഡ്ജ് ടു ഈവ്സ് വരുന്ന സമയത്ത് എന്താണ് വരിക എന്നുള്ളത് ഓരോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഹിപ്പ് റാഫ്റ്റർ, ഓപ്ഷൻ ബി ജാക്ക് റാഫ്റ്റർ, ഓപ്ഷൻ സി കോമൺ റാഫ്റ്റർ, ഓപ്ഷൻ ഡി വാലി റാഫ്റ്റേഴ്സ് അല്ലെ. അപ്പം ഇതാണല്ലേ നമ്മളൊരു റൂഫിന്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പം റൂഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. റൂഫിൽ ഇപ്പം നമുക്ക് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് അല്ലേ. സപ്പോർട്ട് ഓഫ് ആർച്ച് അല്ലെങ്കിൽ ആ ഒരു റൂഫിൻ്റെ ആ ഒരു സപ്പോർട്ട് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ റിഡ്ജസ് പീസ് ആൻഡ് വാൾ പ്ലേറ്റിൽ അത് തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുക. പിന്നെ നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതിൽ റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അപ്പെക്സ് ലൈൻ അല്ലേ. ഈ ഒരു അപ്പെക്സ് ലൈനിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പെക്സ് ലൈൻ ഓഫ് ദ സ്ലോപ്പിംഗ് റൂഫ്. ഇറ്റ് ഈസ് ദ apex of the angle formed by the termination of the inclination surface at the top of the slope അല്ലേ. അപ്പം ഈ ഒരു പീസിനെയാണ് നമ്മൾ റിഡ്ജ് പീസ് എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കാം. പിന്നെ നമുക്കിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? ഗേബിൾ അല്ലേ. അപ്പം എന്താണ് ഗേബിൾ എന്ന് പറയുന്നത്? ഗേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ട്രയാങ്കുലർ പോർഷനെയാണ് അല്ലേ ഗേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഗേബിൾ വിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ആ ഒരു ടേം ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ നമ്മളുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ വേറെ ഏതാണ്? കോമൺ റാഫ്റ്റേഴ്സ് അല്ലേ. കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻക്ലൈൻഡ് വുഡൻ മെമ്പർ റണ്ണിങ് ഫ്രം ദ റിഡ്ജ് ടു ഈവ്സ് അല്ലേ. അപ്പം ഈ ഒരു മെമ്പറിനെയാണ് നമ്മൾ റിഡ്ജ് ടു ഈവ്സ്. റിഡ്ജ് എന്ന് പറയുന്നത് ഈ പീസാണ് അല്ലേ. ഈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോട്ടം പീസിനെ അല്ലേ, ദ ലോവസ്റ്റ് എഡ്ജ് ഓഫ് ദ ഇൻക്ലൈൻഡ് റൂഫ് സർഫസ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിഡ്ജ് മുതൽ ഈവ്സ് വരെയുള്ള ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ കോമൺ റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ നമുക്കിവിടെ തന്നിട്ടുള്ളതിൽ എന്താണ്? ഹിപ്പ് റാഫ്റ്റർ അല്ലേ. എന്താണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സ്ലോപ്പിംഗ് റാഫ്റ്റേഴ്സ് which form the hip of the sloped roof അല്ലേ. They runs diagonally from the ridge to the corners of the wall ആണ് to support roof coverings ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിപ്പ് റാഫ്റ്റേഴ്സ് ആണ് അല്ലേ. ഹിപ്പ് റാഫ്റ്റേഴ്സ് എന്നുള്ളത് നോക്കി വെക്കുക. ഹിപ്പ് റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതവിടെ അല്ലേ. ഹിപ്പ് റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു they run diagonally from the ridge to the corners of the wall to support the roof covering ആണ്. നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ നോക്കി കഴിഞ്ഞാൽ പിക്ചർ നോക്കി പഠിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ലത്. പിന്നെ നമുക്ക് ജാക്ക് റാഫ്റ്റേഴ്സ് അല്ലേ. ജാക്ക് റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ റാഫ്റ്റേഴ്സ് ഷോർട്ടർ ഇൻ ലെങ്ത് വിച്ച് റൺസ് ഫ്രം ദ ഹിപ്സ് ഓർ വാലി ടു ദ ഈവ്സ് ആണ് അല്ലേ. അപ്പം അതാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഹിപ്പ് സ്മോൾ ആണ് അല്ലേ. ഒരു ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത് ഷോർട്ടർ ഇൻ ലെങ്ത് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് പിക്ചറിൽ. ഇതാണ് ജാക്ക് റാഫ്റ്റർ വരുന്നത്. പിന്നെ നമുക്ക് വേറെ എന്താണ് നോക്കാനുള്ളത്? വാലി റാഫ്റ്റേഴ്സ് അല്ലേ. വാലി റാഫ്റ്റേഴ്സ് ഇത് അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. വാലി റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ സ്ലോപ്പിംഗ് റാഫ്റ്റേഴ്സ് വിച്ച് റൺസ് ഡയഗണലി ഫ്രം ദ റിഡ്ജ് ടു ദ ഈവ്സ് ഫോർ സപ്പോർട്ടിങ് വാലി ഗട്ടേഴ്സ് അല്ലേ. അപ്പം അതാണ് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ വാലിയും ഹിപ്പും എന്താണെന്നുള്ളത് നോക്കണം. വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് ദ നമ്മളെ ഹിപ്പ് പറഞ്ഞിട്ട് നമുക്ക് വാലി പറയാം. ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അല്ലേ. ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. എങ്കിൽ ഇറ്റ് ഈസ് ദ റിഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സ്ലോപ്പിംഗ് സർഫസ് വെൻ ദ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ. അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ ഹിപ്പ് എന്നും പറയും.
വാല്യൂ ആണെങ്കിൽ ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. എക്സ്റ്റേണൽ ആംഗിൾ ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അതിനാണ് നമ്മൾ വാല്യൂ എന്ന് പറയുക. അത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് ഹിപ്പാണ് വരിക. formed by the intersection of two sloping surface making an external angle less than 180 ആണെങ്കിൽ വാല്യൂ പറയും, ലെസ് ദാൻ 180 ആണെങ്കിൽ വാല്യൂ പറയും, ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ ഹിപ്പ് പറയും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഞാൻ ആ ഒരു ടേം ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് റിഡ്ജ്, അതുപോലെ തന്നെ ഹിപ്പ് എന്ന് പറയുന്നത്. റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സ് ലൈൻ ഓഫ് ദ സ്ലോപ്പിംഗ് റൂഫാണ്. അതുപോലെ തന്നെ ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ridge formed by the intersection of two sloped surface having an exterior angle greater than 180 degree അല്ലേ. ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ അല്ലെ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോമൺ റാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് വൂണ്ടൺ മെമ്പർ വിച്ച് ആർ ലെയ്ഡ് ഫ്രം ദ റിഡ്ജ് ടു ദ ഈവ്സ് ആർ കോൾഡ് കോമൺ റാപ്റ്റേഴ്സ് ആണ്. ദേ ആർ ഇന്റർമീഡിയറ്റ് റാപ്റ്റേഴ്സ് വിച്ച് ആർ സപ്പോർട്ടിങ് ദ റൂഫ് കവറിങ്സ് ആണ് അല്ലേ. അതും കൂടെ ഓർത്ത് വെക്കുക. പല രീതിയിൽ നമുക്ക് ഈ ഒരു ഏരിയ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിപ്പ് റാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ലോപ്പിംഗ് റാപ്റ്റേഴ്സ് വിച്ച് forms the hip of the sloping roof are called as hip rafters ആണ്. They are laid diagonally from the ridge to the corners of the wall for supporting the roof covers ആണ്. പിന്നെ ജാക്ക് റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഷോർട്ടർ ദാൻ എനി കോമൺ റാഫ്റ്റർ ആണ്. ഒരു ഷോർട്ടർ ദാൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. ദീസ് റാഫ്റ്റേഴ്സ് ജനറലി ലെയ്ഡ് ഫ്രം ദ ഹിപ്പ് ഓർ വാലി ടു ദ ഈവ്സ് ആണ്. വാലി റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലി ഗട്ടേഴ്സ് ആർ ജനറലി സപ്പോർട്ടഡ് by these rafters. Valley rafters are sloped in nature and are laid diagonally from the ridge to the eaves ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ കൂടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, in sloping roof the inclined wooden members laid from the ridge to eaves are known as ഓപ്ഷൻ എ ഹിപ്പ് റാഫ്റ്റർ, ഓപ്ഷൻ ബി ജാക്ക് റാഫ്റ്റർ, ഓപ്ഷൻ സി കോമൺ റാഫ്റ്റർ, ഓപ്ഷൻ ഡി വാലി റാഫ്റ്റർ അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോമൺ റാഫ്റ്റർ ആണ് ആൻസർ വരിക. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചൊരു തിയറി സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഇത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് സെക്കൻഡ് ഇയർ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പം ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ജസ്റ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒക്കെ വായിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ബോറിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. നിങ്ങൾ പഠിച്ച് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണല്ലേ വരിക. അപ്പം ഇന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. എക്സാമിന് പറ്റുന്ന പോർഷൻസ് ഒക്കെ കവർ ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും ഏരിയയും വെച്ച് തന്നെ കവർ ചെയ്ത് പോവുക. അപ്പം ഓക്കെ, താങ്ക് യു.